ഹലോ, എല്ലാവർക്കും മാക്സിമയുടെ പത്രക്കുറിപ്പുകൾ എന്ന് പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ വീക്ക്ലി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ വീക്കിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്ത് ചെയ്യാം, നമ്മൾക്ക് പെട്ടെന്നൊന്ന് പരിശോധിച്ചു പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് പ്രധാനമായും അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ 8 to 14 ജാനുവരിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ഏത് രാജ്യമാണ് മഞ്ഞു പുല്ലിപ്പുലിയെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ചത്? അത് സ്നോ ലെപ്പേർഡ് എന്ന് പറയും. ചിലപ്പോൾ നിങ്ങളൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ന്യൂസ് കാണാത്ത ആളുകളാണെങ്കിൽ സ്നോ ലെപ്പേർഡ് ആണ്. അത് കിർഗിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മഞ്ഞ് പുല്ലിപ്പുലി അല്ലെങ്കിൽ സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മീൻസ് കാലാവസ്ഥയുടെ അല്ലെങ്കിൽ നമ്മളുടെ ബയോഡൈവേഴ്സിറ്റിയുടെ, അപ്പൊ ഇതിന്റെ പ്രാധാന്യമൊക്കെ വിളിച്ചറിയിക്കുന്ന ഒരു ജീവി കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ ജീവിയെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി എന്ത് ചെയ്തു, ഈ ഒരു ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം ഇതിനെ ആ രാജ്യം അംഗീകരിക്കുന്നു എന്നാണ്. ഓക്കെ, നമ്മൾ ടൈഗറിനെ അല്ലെങ്കിൽ റോയൽ ബംഗാൾ ടൈഗറിനെ നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയുടെ ദേശീയ മൃഗമായി സ്വീകരിച്ചിട്ടില്ലേ, നാഷണൽ ആനിമൽ. അപ്പൊ ഇവിടെ പ്രൊജക്ട് ടൈഗർ, അപ്പൊ പ്രൊജക്ട് ടൈഗർ മാത്രമല്ല പ്രൊജക്ട് എലിഫന്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പൊ ഇവിടെ ഏത് രാജ്യമാണ് മഞ്ഞു പുല്ലിപ്പുലിയെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് കിർഗിസ്ഥാനാണ്. ഓക്കെ, ഈ ഫാക്ട് ഓർത്ത് വെക്കണേ, കാരണം സ്വാഭാവികമായും മീൻസ് ആ ഒരു ബിഗ് കാറ്റ് കാറ്റഗറിയിൽ പെട്ടതാണ്. അടുത്ത ഒരു ന്യൂസ് ആണ്, തകഴി ശിവശങ്കര പിള്ളയുടെ കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തിയ 2024 ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി ആരാണ്? തക്കാക്കോ തോമസ് മുല്ലൂർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു എഴുത്തുകാരി നമ്മൾക്ക് പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം. പക്ഷേ തകഴിയുടെ കൃതികൾ എന്ത് ചെയ്തു, ജപ്പാന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നതിന്റെ പേരിൽ എന്താണ്, നമ്മൾ മലയാളികൾക്ക് പ്രധാനമാണ്. അപ്പൊ ഈ ഒരു പേര് ഒന്ന് പഠിച്ചു വെക്കണം, തകഴി. അപ്പൊ തകഴി, തക, തുടക്കം ശരിയല്ലേ? അപ്പൊ തകഴി ശിവശങ്കര പിള്ളയുടെ കൃതികൾ അഥവാ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു പേര് ഓർത്തു വെക്കുക, തക്കാക്കോ തോമസ് മുല്ലൂർ എന്ന് പറയും. ഇനി അടുത്തൊരു ഫാക്ട്, നമുക്കൊരു മലയാളി എന്ന രീതിയിലല്ല, ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ എന്താണ്? ധബാരി ക്യുരുവി എന്ന് പറയും. ധബാരി ക്യുരുവി എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗോത്രവർഗക്കാര് മാത്രം അഭിനയിക്കുന്ന സിനിമ. ഗോത്രവർഗക്കാർ അഭിനയിക്കുന്ന സിനിമ എന്നല്ല, ഈ കീവേഡ് ശ്രദ്ധിക്കണം, ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ. ഗോത്രവർഗക്കാര് ചിലപ്പം മറ്റു പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടാവും. അതേസമയത്ത് ഗോത്രവർഗക്കാര് മാത്രം അഭിനയിക്കുന്ന സിനിമയാണ് ധബാരി ക്യുരുവി എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. അതിന്റെ ഇൻസിഡന്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താന്ന് വെച്ചാല്, പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാണല്ലോ അല്ലെ, കേരളത്തിന്റെ ഭാഗമല്ല, ലക്ഷദ്വീപ്. ഓക്കെ, അപ്പൊ ഈ ലക്ഷദ്വീപ് സന്ദർശിച്ച സമയത്ത് അദ്ദേഹം അവിടെ ഒരുപാട് പ്രൊജക്ടുകൾ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം അദ്ദേഹം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, അവിടെ മീൻസ് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് ടൂറിസം ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചാണ്. അപ്പൊ ഉദ്ദേശിച്ചാണോ അല്ലയോ എന്നറിയില്ല, ടൂറിസം ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ടൂറിസം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. കാരണം റിസോഴ്സ്ഫുള്ളി ഒന്നുമില്ലാത്ത ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന നൂറുകണക്കിന് ദ്വീപുകൾ അടങ്ങിയതാണ് മാലദ്വീപ്സ്. ഓക്കെ, അപ്പൊ ഇതിന് പ്രത്യേകിച്ച് റിസോഴ്സസ് ഇല്ല. ഈവൻ ദോ ഡ്രിങ്കിങ് വാട്ടർ പോലും എന്ത് ചെയ്യണം, മറ്റു പല സ്ഥലത്തുനിന്നും അവൈലബിൾ ആക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ടൂറിസം മാത്രമാണ്.
അപ്പൊ ഇവിടെ ലക്ഷദ്വീപ് ടൂറിസം വന്നാൽ നിങ്ങൾ ലക്ഷദ്വീപിന്റെയും മാൽദീവ്സിന്റെയും പൊസിഷൻ ഒന്ന് മാപ്പിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പൊ ലക്ഷദ്വീപ് ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ടൂറിസം പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും, അല്ലെ? ഓക്കെ. അപ്പൊ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ടൂറിസം ലക്ഷദ്വീപ് ടൂറിസം വന്നാൽ മാൽദീവ്സ് ടൂറിസത്തെ അത് ബാധിക്കും. അങ്ങനെയാണ് പ്രധാനമന്ത്രിക്കെതിരെ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് വ്യാപകമായ രീതിയിൽ 3 മന്ത്രിമാരുടെ പരാമർശം ഉണ്ടാകുന്നു. അപ്പൊ അതേ തുടർന്ന് എന്ത് ചെയ്തു, ആ 3 മന്ത്രിമാരെയും എന്ത് ചെയ്തിട്ടുണ്ട്, മാൽദീവ്സ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുയ്സു എന്ന് പറയും, അല്ലെ? ഓക്കെ. അപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആള് ഇപ്പം മാൽദീവ്സിന്റെ ചരിത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. 2013 മുതൽ 18 വരെ അബ്ദുള്ള യമീൻ എന്ന് പറയുന്ന ആളായിരുന്നു. ഇദ്ദേഹം കുറച്ചൊരു പ്രോ ചൈനീസ് നിലപാടുള്ള ആളായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്തത് ഇന്ത്യയാണ്. പക്ഷെ 18 മുതൽ 2023 വരെ ഉണ്ടായിരുന്ന മുഹമ്മദ് സ്വാലിഹ് എന്ന് പറയും, ഇദ്ദേഹം ശരിക്കും പ്രോ ഇന്ത്യൻ ആണ്. അപ്പൊ ഇന്ത്യയുമായിട്ട് തന്നെയാണ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്. ദെൻ 2023 അധികാരത്തിൽ വരുന്ന മൊയ്സു, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അബ്ദുള്ള യമീന്റെ മാതിരി ഇന്ത്യ ഔട്ട് നിലപാടുള്ള ആളാണ്. ഓക്കെ. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയോട് വിരുദ്ധമായ നിലപാടാണ് എന്ത് ചെയ്യുന്നത്, മൊയ്സു സ്വീകരിക്കുന്നത്. കാരണം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല. ഇദ്ദേഹം നേരെ പോയിരിക്കുന്നത് തുർക്കിയിലേക്കാണ്. പിന്നീട് പോയിരിക്കുന്നത് ചൈനയിലേക്കാണ്. ചൈനയുമായി 20ഓളം സ്ട്രാറ്റജിക് എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മോറാണ്ടം സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ ഒരു മീൻസ് സമയത്താണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യലും ടൂറിസം പ്രൊമോഷനും ദെൻ ഇതിനെതിരെ മാൽദീവ്സ് റിയാക്ട് ചെയ്യുന്നതും. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ 3 മന്ത്രിമാരോട് എന്ത് ചെയ്തിട്ടില്ല, മൊയ്സു സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇത് മാൽദീവ്സ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. അപ്പൊ UCC, യൂണിഫോം സിവിൽ കോഡ്, അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരേ കോഡ്. കാരണം യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇപ്പൊ ക്രിമിനൽ പ്രൊസീജിയറിലൊക്കെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേ സമയത്ത് കുറച്ച് പേഴ്സണൽ ലോസ് ആണുള്ളത്. ഇപ്പൊ മാരേജ്, ഡിവോഴ്സ്, അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്ന ഇൻഹെറിറ്റൻസ്, ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അത് മീൻസ് ഇന്ത്യയിലും അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം BJP സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട 3 അജണ്ടകളായിരുന്നു. ഒന്ന്, രാം ടെമ്പിൾ സ്ഥാപിക്കുമെന്നത്. അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കും. അതും ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ഒന്നാണ് UCC, യൂണിഫോം സിവിൽ കോഡ്. അപ്പൊ അത് മാത്രമാണ് ബാക്കിയുള്ളത്. ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, BJP സർക്കാരിന് ഇത്രയും ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് BJP സർക്കാർ അത് നടപ്പിൽ വരുത്തും. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. അപ്പൊ 22 വർഷത്തോളമായി ഇന്ത്യയുടെ ഒരു പ്രതിരോധ മന്ത്രി ബ്രിട്ടൻ സന്ദർശിച്ചിട്ട്. ഇപ്പൊ നമ്മള് മീൻസ് എന്താണ്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ അദ്ദേഹം ലോകം ചുറ്റി കണ്ടു എന്നൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്തും പലപ്പോഴും ഒരുപാട് കാലമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കാത്ത പല മേഖലകളും അദ്ദേഹം സന്ദർശിച്ചു. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മറ്റു രാജ്യങ്ങൾ, അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനവുമാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ ബാക്കി എന്തൊക്കെ രീതിയിൽ നമ്മൾ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിയാലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നതിനുപരിയായി ആ രാഷ്ട്രങ്ങളുമായിട്ട് ഒരു ബന്ധം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡർ ആകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളുമായിട്ടും നമുക്ക് കൃത്യമായ ഒരു ആശയവിനിമയം വേണം. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം ഏതാണ്? C-130J ആണ്. ഓക്കെ. അപ്പൊ അവിടെ ഈ എയർ സ്ട്രിപ്പ് എന്ന് പറയും, അവിടെ മീൻസ് എന്താണ്, ആ ഒരു സൈനികവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം ഏതാണ്? അത് ആദ്യമായിട്ടാണ് C-130J എന്ന് പറയും.
ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിന്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം ആരാണ്? മാരിയോ സെഗാലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ മാരിയ സഗോലയാണ്. അദ്ദേഹം 4 ലോകകപ്പുകൾ നേടി. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലോകകപ്പ് നേടിയ ടീമിന്റെ മീൻസ് മാനേജറായി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ആളാണ്. അപ്പൊ ബ്രസീലിന്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്. അതാരാണ്? മാരിയോ സെഗാലോ എന്ന് പറയും. അപ്പൊ ഈ ഒരു പേര് ശ്രദ്ധിച്ചു വെക്കുക. കാരണം മെസ്സിയുടെയും റൊണാൾഡോയുടെയും പേരുകൾ മാത്രം പറഞ്ഞ് ശീലിച്ച എംബാപ്പെ അല്ലെങ്കിൽ നെയ്മർ ഈ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പത്തെ ആ ഒരു ജനറേഷൻ കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നല്ല. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി ആരാണ്? അമൃത പി സുനിയാണ്. ഓക്കെ, അപ്പൊ മലയാളി ആയതുകൊണ്ട് എന്ന് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്? ഇരട്ട സ്വർണം നേടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേര് അമൃത പി സുനി, കാരണം ഭാരോദ്വഹനത്തിൽ ആരാണ്? അമൃത പി സുനിയാണ്. ഈ ഒരു ഫാക്ടർ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് 2 ഫാക്ടുകളാണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ഏതാണ്? US ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ആണ്. അതേപോലെ തന്നെ 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2024 T20 വേൾഡ് കപ്പ് പുരുഷന്മാരുടേത്. ഓക്കെ, ഇനിയിപ്പോ IPL വരാനുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ ലോകകപ്പ് വരുന്നു. ഓക്കെ, അപ്പൊ അതില് USA ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ആണ് ഓക്കെ ആതിഥേയരാക്കുന്നത്. ഓക്കെ, 2024 ഒളിമ്പിക്സിൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? 20ഓളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ദെൻ ഒളിമ്പിക്സിന് വേദിയാകുന്നത് എന്താണ്? പാരീസ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഫാക്ടറുകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തൊരു കാര്യം, ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷം വീട്ടിലിരുന്ന് ആസ്വദിക്കാനാകും വിധം രൂപപ്പെടുത്തിയ പദ്ധതി എന്താണ്? വെർച്വൽ ക്ലാസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷം വീട്ടിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? വെർച്വൽ ക്ലാസ്. കാരണം വെർച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊരു ആ ഒരു എക്സ്പീരിയൻസ് തരും അല്ലെ, 3D എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു എക്സ്പീരിയൻസ് തരും. അപ്പൊ വെർച്വൽ ക്ലാസ് എന്ന് പറയുന്നതാണ് ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷം വീട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യം, ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 ഏതിന്റെ ലാഗ്രാഞ്ച് പോയിന്റ് 1 അതിൽ പ്രവേശിച്ച തീയതി അല്ലെങ്കിൽ അതിന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചത് എപ്പോഴാണ്? 2024 ജനുവരി 6-നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സൺ എങ്കിൽ ഇതാണ് എർത്ത്. ഈ സൈസ് ഒക്കെ മീൻസ് എന്താണ്? നമ്മൾ ജസ്റ്റ് പറയുന്ന കാര്യമാണ്. ലാഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്ന ഇതാണ്. ലാഗ്രാഞ്ച് പോയിന്റ് 2 ഇവിടെയുണ്ട്. ലാഗ്രാഞ്ച് പോയിന്റ് 3 ഇവിടെയുണ്ട്. 4 ഇവിടെയുണ്ട്. 5 ഇവിടെയുണ്ട്. എന്താണ് ഈ ലാഗ്രാഞ്ച് പോയിന്റ്? നമുക്കറിയാം എർത്ത് ആയാലും അതേപോലെ തന്നെ സണ്ണ്, എർത്ത് സണ്ണ് ഈ പറയുന്ന 2 കാര്യങ്ങളും എന്താണ്? ഹെവൻലി ബോഡീസ് ആണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഓരോ ബോഡിയും അതിന് ചുറ്റുമുള്ള സംഗതികളെ അട്രാക്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ലാപ്ടോപ്പ് എന്നെയും ലാപ്ടോപ്പിനെ ഞാനും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ എർത്തിന്റെ ഒരു ഗ്രാവിറ്റേഷണൽ പുൾ ഇവിടെയുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അത് എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഹെവൻലി ബോഡീസിലാണ് ഇത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ എർത്തിൻ്റെതായ ഒരു ഗ്രാവിറ്റേഷൻ ഉണ്ടാവും, സണ്ണിൻ്റെതായ ഗ്രാവിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷനും അതേപോലെ തന്നെ സണ്ണിന്റെ ഗ്രാവിറ്റേഷനും എർത്തിന്റെ ഗ്രാവിറ്റേഷനും രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്ന, അവ ബാലൻസ് ആയി ഇക്വിലിബ്രത്തിൽ വരുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ ലാഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ലാഗ്രാഞ്ച് പോയിന്റ് 1. ലാഗ്രാഞ്ച് പോയിന്റ് 2 ഉണ്ട്, ലാഗ്രാഞ്ച് പോയിന്റ് 3 ഉണ്ട്, ലാഗ്രാഞ്ച് പോയിന്റ് 4, 5. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് ലാഗ്രാഞ്ച് പോയിന്റ് 1 സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ 2 നമ്മൾക്ക് സെലക്ട് ചെയ്താൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്ലിപ്സസ് വരും അല്ലെ. നമുക്ക് ഇവിടുന്ന് നേരെയല്ലേ സൂര്യനെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇവിടെ 2-ൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ എക്ലിപ്സസ് വരും അല്ലെ. അപ്പൊ ഈ പറയുന്ന ലാഗ്രാഞ്ച് പോയിന്റ് 2-ൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒന്നുകിൽ ലൂണാറോ അല്ലെങ്കിൽ സോളാറോ എന്തെങ്കിലും എക്ലിപ്സസ് വന്നാൽ നമുക്ക് കൃത്യമായ രീതിയിൽ എന്തിനെ പഠിക്കാൻ പറ്റില്ല?
സൂര്യനെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഈ പറയുന്ന 3, 4, 5 ഇതൊക്കെ എർത്തിന്റെ മൂവ്മെന്റിന്റെ പാത്തിലാണ്. എർത്ത് ഈ പാത്തിലൂടെ മൂവ് ചെയ്യും. അപ്പൊ എർത്ത് ഈ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് കൊളീഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ആണ്. അപ്പൊ 2 നമുക്ക് പറ്റില്ല, 3യും പറ്റില്ല, 4ഉം പറ്റില്ല, 5ഉം പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ അഥവാ ഫുൾ ടൈം നമുക്ക് സണ്ണിനെ മീൻസ് എന്ത് ചെയ്യാൻ പറ്റും, സണ്ണിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ലാഗ്രാഞ്ച് പോയിന്റ് 1. അപ്പൊ ഈ L1 എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പേരിന്റെ കൂടെ വന്നിരിക്കുന്ന ലാഗ്രാഞ്ച് പോയിന്റ് 1 അല്ലെങ്കിൽ ആദിത്യ L1. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മാനോവർ നിങ്ങൾക്ക് അറിയാലോ. എർത്ത് എന്നൊരു സാധനം നേരെ നമുക്ക് വിടാൻ പറ്റില്ല എന്നല്ല, അതിന് നമ്മൾ അത്രയും എന്ത് ചെയ്യേണ്ടി വരും, ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എർത്തിന്റെ ആദ്യത്തെ മാനോവർ കംപ്ലീറ്റ് ചെയ്യും, പിന്നെ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയിട്ട് അടുത്ത മാനോവറിലേക്ക് കയറും, അടുത്തത് കയറും, ഇങ്ങനെ അത്രയും സ്പീഡ് കൂട്ടിയിട്ട് ഇവിടുന്ന് മാക്സിമം സ്പീഡ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹാലോ ഓർബിറ്റ് ലാഗ്രാഞ്ച് പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ലാഗ്രാഞ്ച് പോയിന്റ് 1 എത്തുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്, സെന്തിൽ പാണ്ഡ്യൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, WTOയുടെ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് മീൻസ് നിയമിതനായത്. പേരൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ ഏതാണ്, MV ലീല നോർഫോക്ക് എന്ന് പറയും. MV ലീല നോർഫോക്ക് എന്ന് പറയുന്ന ചരക്ക് കപ്പൽ, ലൈബീരിയൻ ചരക്ക് കപ്പലാണ് അറബിക്കടൽ. കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടെ റെഡ് സീ ഇഷ്യൂ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പിറൈറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഈ കടൽ കൊള്ളക്കാർ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, MV ലീല നോർഫോക്കിനെ ഇന്ത്യൻ നാവികസേന മീൻസ് രക്ഷിച്ചത്. അടുത്തൊരു കാര്യം, DRDOയുടെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിക്കുന്നത്, 66. DRDO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയും. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ളതാണ്. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അല്ലെ, അതിന്റെ 66ാമതാണ്. അപ്പൊ DRDO എന്ന് പറയുമ്പോൾ 66 എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഈ സ്ലിം എന്ന് പറയുന്നത് ആരുടെ ദൗത്യമാണെന്ന് ചോദിച്ചാൽ അത് ജപ്പാന്റേതാണ്. അത് ചന്ദ്രോപരിതലവുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യമാണ്. ഓക്കെ, വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് അത് കൃത്യമായ രീതിയിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൂടുതൽ പഠന വിധേയമാക്കാം. ഇപ്പം US വിട്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ US വിട്ടിരിക്കുന്ന ഒരു കാര്യം, അതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലൂണ 25, അപ്പൊ ഇതുപോലെയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് കൃത്യമായ രീതിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ സ്ലിം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ്, മെഡ്ടെക് മിത്ര എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് പഠിച്ചു വെക്കണം, നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ. അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ മീൻസ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അപ്പൊ ഈ പറയുന്ന രണ്ടാളുകളും തമ്മിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടുണ്ടാക്കിയ പോർട്ടലാണ് മെഡ് ടെക് മിത്ര എന്ന് പറയും. ഓക്കെ, അടുത്തത്, കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ആർക്കാണ്, VS അച്യുതാനന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ്, ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്. ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാടാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി.
കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. ഓക്കെയാണോ? കാരണം ഈ അമൃത് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണ്? ഈ ആന്റിബയോട്ടിക്കിന്റെ അമിതമായ ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിൽ വരുത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ കുടുംബാരോഗ്യ കേന്ദ്രം എന്താണ്? ഒയലപ്പതി എന്ന് പറയും. അത് പാലക്കാടാണ്. ഒന്നാമത്തേത് കോഴിക്കോട് ജില്ലയിലെ കക്കോടിയായിരുന്നു. അപ്പൊ ഈ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് വേണ്ടി ആ മാർഗനിർദ്ദേശം 10 ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണം. അപ്പൊ അത്തരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം അമൃത് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ആന്റിബയോട്ടിക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചെറിയ അസുഖങ്ങളൊന്നും വരുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല? ഡോക്ടറെ കാണാനൊന്നും പോകാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഏതെങ്കിലും ആന്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കും. കാരണം നമുക്ക് ഇതിന്റെ പേരൊക്കെ അറിയാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം കൃത്യമായ രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാതെ മരുന്ന് വാങ്ങുന്ന രീതികളൊക്കെയാണ്. ഈ ആന്റിബയോട്ടിക്കിന് ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഈ ആന്റിബയോട്ടിക്കിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബാക്ടീരിയക്കെതിരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തജൻസിനെതിരാണ് ഈ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു കൃത്യമായ ഒരു കൂസ് ഉണ്ടാവും, അല്ലെ? ഒരു കൃത്യ കാലാവധി ഉണ്ടാവും. ചിലപ്പോൾ ഇത് ഒരു കൂസ് എന്ന് പറയുന്നത് 7 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 14 ദിവസമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ 28 ഡേയ്സ് ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന പാത്തജൻസ് പരിപൂർണമായിട്ടും ഇല്ലാതാകുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു മരുന്ന് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു 3 ഡേയ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തജൻസ് എന്ത് ചെയ്യില്ല? മീൻസ് നശിക്കുകയില്ല. അതോടൊപ്പം എന്ത് സംഭവിക്കും? ഇതിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുള്ളൂ, അല്ലെ? ഓക്കെ, അപ്പൊ അതിന്റെ പ്രതിരോധ ശേഷി, അപ്പൊ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ മാത്രം എന്ത് ചെയ്യും? ഈ പറയുന്ന പാത്തജൻസ് അഡാപ്റ്റ് ആകും. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ മരുന്ന് കുടിക്കുമ്പോൾ ആ അസുഖം മാറില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഒയലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രണ്ടാമത്തെ സ്മാർട്ട് ആന്റിബയോട്ടിക് ആശുപത്രി. ഒന്നാമത്തേത് കോഴിക്കോട് ജില്ലയിലെ കക്കോടിയാണ്. കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ്? ഫറോക്കിലാണ്. ഓക്കെ, അപ്പൊ ഈ ഫറോക്ക് പാലമാണ് 1883 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദീപാലങ്കൃത പാലം അതെവിടെയാണ്? ഫറോക്കിലാണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാൽ കൂടി കുറച്ചൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അത് ദ്വാരകയിലാണ് നടക്കുന്നത്. അത് ഏത് സംസ്ഥാനത്താണ്? ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. എന്താണ്? ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിൽ. ഓക്കെ, അപ്പൊ ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അന്തർവാഹിനി ടൂറിസം ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ദ്വാരക എന്ന് പറഞ്ഞു, ഗുജറാത്ത്, ബെറ്റിൽ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് കൂടുതൽ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം എന്ന് പറയുന്നത് ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയയുടെ അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാം. അതൊരു ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയും. ചൈനയേക്കാൾ കുറച്ചുകൂടി എന്താണ്? ക്ലോസ്ഡ് ആണ്. അവിടെയുള്ള ആളുകൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, പുറത്തുള്ള ആളുകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങളുള്ള രാജ്യമാണ്. അപ്പോ എന്താണ് മീൻസ് ആ ഒരു ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്ന രീതിയിലല്ലാതെ അവിടെ മുടിവെട്ടാൻ പോലും പാടില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. അപ്പൊ കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം എന്ന് പറയുന്നത് എന്താണ്? അത് ഉത്തര കൊറിയയാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്
ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എസ് ശ്രീകലയാണ്. ബോർഡിൽ നിന്ന് തന്നെ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി നിയമിതയായത് ആരാണ്? എസ് ശ്രീകലയാണ്. ബോർഡിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയാണ്. ഓക്കെ, അപ്പൊ ബോർഡിൽ അംഗമായിരുന്നു, പിന്നീട് ചെയർപേഴ്സൺ ആകുന്ന ആദ്യ വനിതയാണെന്ത്? എസ് ശ്രീകല. അപ്പൊ ബോർഡിൽ നിന്ന് ഈ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വനിതയാണ്. ഇനി ജനങ്ങളിൽ നിന്ന് നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രജാപാലന പരിപാടി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? തെലങ്കാനയാണ്. പ്രജാപാലന പരിപാടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളിലേക്ക് പോയിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആ ഒരു പദ്ധതിയുടെ പേരാണ് പ്രജാപാലന പരിപാടി. പ്രജകളെ പാലനം നടത്തുന്ന പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അത് തെലങ്കാനയാണ് ചെയ്തിരിക്കുന്നത്. പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ട്. അതാരായിരുന്നു? കുറുമാട്ടിയാണ്. ഓക്കെ, അപ്പൊ പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന പ്രശസ്ത നോവൽ അതിന്റെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായിരുന്നു. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ റീസെന്റ് ആയി മരിച്ചിട്ടുണ്ട്. അത് കുറുമാട്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ രണ്ട് കാര്യം പഠിച്ചു വെക്കണം. പി വത്സലയെ കുറിച്ച് പഠിച്ചു വെക്കുക, നെല്ലിനെ കുറിച്ച് പഠിച്ചു വെക്കുക. നെല്ലിലെ കഥാപാത്രം ആരാണ്? കുറുമാട്ടി. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ജിതേഷ് ജി എന്ന് പറയും. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് കവിയും ചിത്രകാരനും വാഗ്മിയുമായ ജിതേഷ് ജി. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ ജിതേഷ് ജി ആണ്. അപ്പോൾ അദ്ദേഹം ഒരു ചിത്രകാരനാണ്. വരയരങ്ങ് എന്ന് പറയുന്ന കലാരൂപത്തിന്റെ ഒരു ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. വരകൾ വെച്ചിട്ട് ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വരച്ചു തീർക്കുന്ന ഒരാളാണ്. അടുത്തത് 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ലെവോഡോബി ലാക്കി എന്ന് പറയും. ഓക്കെ, ഇപ്പൊ മൗണ്ട് മറാപ്പിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ റീസെന്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മൗണ്ട് മറാപ്പി ഇപ്പൊ ഇന്നലത്തെ ന്യൂസിൽ കണ്ടല്ലോ. മൗണ്ട് മറാപ്പിയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഇൻസിഡന്റ് കാണുമ്പോൾ ജസ്റ്റ് അതിന്റെ പേരൊന്ന് അറിഞ്ഞു വെക്കുക. അടുത്തത് രക്താർബുദ ചികിത്സക്കുള്ള ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ്? ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. ഇപ്പൊ ഈ ടാറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ടാറ്റ നല്ല അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന് നല്ലൊരു വിഹിതം ഇതുപോലെയുള്ള ചാരിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ, ഇതുപോലെയുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടുതലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടാറ്റ. ഓക്കെ, അപ്പൊ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈ ആണ് എന്ത് ചെയ്യുന്നത്? രക്താർബുദ ചികിത്സക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ചത്. അപ്പൊ കുട്ടികളുടെ രക്താർബുദ ചികിത്സക്കായി കഴിക്കാവുന്ന രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്നാണ്. മരുന്നിന്റെ പേര് പ്രിവോൾ. ഓക്കെ, അപ്പൊ രക്താർബുദ ചികിത്സ, അപ്പൊ കുട്ടികളുടെ രക്താർബുദം അതിനുവേണ്ടി കഴിക്കാവുന്ന അഥവാ നമുക്ക് വായിലൂടെ കഴിക്കാവുന്ന മരുന്നാണ്. അപ്പോൾ ആ ഒരു കീമോതെറാപ്പി മരുന്ന് പേരെന്താണ്? പ്രിവോൾ എന്ന് പറയും. ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത് നമ്മൾ ഈ പറയുന്ന വന്ദേ ഭാരത് ഇല്ലേ, വന്ദേ ഭാരത് ഒക്കെ എന്താണ്? ഇവിടെയുള്ള ഹൈ ക്ലാസ്സിന് മാത്രം, അത് അത്ര അഫോർഡബിൾ അല്ല. അപ്പൊ സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. 2023 ഡിസംബർ 30-നാണ്. ഈ വന്ദേ സാധാരൺ അല്ലെങ്കിൽ അമൃത് ഭാരത് എക്സ്പ്രസ് മുമ്പ് എന്തായിരുന്നു? വന്ദേ സാധാരൺ, അവ സാധാരണക്കാർക്ക് കൂടി പോകാൻ പറ്റുന്ന ഒരു ട്രെയിൻ എന്ന പേരിലായിരുന്നു. കാരണം ഈ ട്രെയിനിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മീൻസ് ഒരു പുഷ് പുൾ എന്ന് പറയും. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു പുള്ള് മാത്രമല്ലല്ലോ, മുന്നിലുള്ള എഞ്ചിൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ട്രെയിനിനെ വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോ സാധാരണ രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഉന്തുവണ്ടിയൊക്കെ അല്ലേ പണ്ട് സിനിമകളിലൊക്കെ കാണുന്നത്.
അപ്പൊ അത് ഒരാൾ വലിച്ചു കൊണ്ടുപോകുന്നതാണോ അതിന് സ്പീഡും ബാലൻസും കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുമ്പോഴാണോ? അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എഞ്ചിൻ ഉണ്ടാകും. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിൻ ഇതിനെ പുള്ള് ചെയ്യും, അതേ സമയത്ത് ഇതിന്റെ ലാസ്റ്റ് ഉള്ള എഞ്ചിൻ ഇതിനെ പുഷ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും? ഇതിന്റെ സ്പീഡ് കൂടും, അതേപോലെ തന്നെ ബ്രേക്കിംഗ് കപ്പാസിറ്റി കൂടും അല്ലെ? ഇവിടെ എന്ത് ചെയ്യും? ഈ പറയുന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത് സ്ലോ ആക്കി ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ബോഗികളൊക്കെ കൂട്ടിയിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേ സമയത്ത് ഇവിടെ ബാക്കിൽ നിന്ന് കൂടി ഒരാൾ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് കുറച്ചുകൂടി സുഖല്ലേ? ഇപ്പൊ ഒരാൾ കയറ്റത്തു നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ഈ തള്ളുന്ന ആളോട് കൂടെ തന്നെ ബാക്കിൽ നിന്ന് ഒരാൾ പിടിക്കാൻ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖല്ലേ? അപ്പൊ ഈ പറയുന്ന ഒരു ടെക്നോളജി കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ AC കോച്ചുകളും ഉണ്ടാവും, അതേപോലെ തന്നെ എന്ത് ചെയ്യും? നോൺ AC കോച്ചുകളും എന്ത് ചെയ്യും? അവൈലബിൾ ആയിരിക്കും. വന്ദേ ഭാരതിൽ AC കോച്ചുകൾ മാത്രമല്ല അവൈലബിൾ ആകുന്നത്. ഈ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തിയിട്ട് മീൻസ് ബംഗ്ലാദേശിൽ തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനുസ്. 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഗ്രാമീണ ബാങ്കിങ്ങിന്റെ സ്ഥാപകനാണ്. അപ്പൊ ഇദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മീൻസ് നിയമം അല്ലെങ്കിൽ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന് കുറ്റം ചുമത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? സ്വാഭാവികമായും ഇപ്പം ഒരു വൺ പാർട്ടിയിലേക്ക് മാറുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ആർക്കെതിരെയുണ്ട്? ബംഗ്ലാദേശിനെതിരെയുണ്ട്. അതിന്റെ പേരിൽ ഇന്ത്യയൊക്കെ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വി ആർ മൂവിങ് അഹെഡ്. അടുത്തത്, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഉത്തരാഖണ്ഡ്. പണ്ട് കാശ്മീരിൽ ആർക്കും ഭൂമി വാങ്ങാൻ പറ്റില്ലായിരുന്നു അല്ലെ? കാശ്മീരി പൗരൻ, പെർമനന്റ് റെസിഡന്റ് ആയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഉത്തരാഖണ്ഡില് ഇതേപോലെ ഒരു നിയമം വന്നിട്ടുണ്ട്. കൃഷിഭൂമി പുറത്തുള്ള ആളുകൾക്ക് വാങ്ങാൻ പറ്റില്ല. കൃഷിഭൂമി മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ കൃഷിഭൂമി അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിലുള്ള ആള് തന്നെയായിരിക്കണം. പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് വാങ്ങാൻ പാടില്ല. അതേതാണ് സ്റ്റേറ്റ്? ഉത്തരാഖണ്ഡാണ്. അടുത്തൊരു കാര്യം, 2023 ഡിസംബറിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത്? അത് തെലങ്കാനയാണ്. നമ്മൾ പ്രജാപരിപാലനം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ ഓരോ മന്ത്രിമാർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിസ്ട്രിക്റ്റിന്റെ രക്ഷാധികാരിയുടെ ചുമതല. ഇപ്പൊ കേരള ആണെങ്കിൽ ഓരോ മന്ത്രിമാർക്ക് എന്ത് ചെയ്യുക? ഓരോ ജില്ലയുടെ ചുമതല നൽകുക. അതേപോലെ ഇവിടെ ജില്ലകളുടെ ചുമതല മന്ത്രിമാർക്ക് അഥവാ ജില്ലകളുടെ രക്ഷാധികാരിയായി ഓരോ മന്ത്രിമാരെയും ചുമതലപ്പെടുത്തുന്ന ആ ഒരു പദ്ധതി ആരംഭിച്ചത് ആരാണ്? തെലങ്കാനയാണ്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ്? GSAT-20 എന്ന് പറയും. ഓക്കെ, അപ്പൊ GSAT-20 എന്ന് പറയുന്നതാണ് ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്നത്. അടുത്തൊരു കാര്യം, KSRTCയിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? ചലോ ആപ്പ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി KSRTCയിൽ എന്താണ് ഈ പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? UPI പേയ്മെന്റുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇനി പേയ്മെന്റ് നടത്താം. സാധാരണ രീതിയിൽ KSRTCയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചേഞ്ച് ഇല്ല എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിച്ച ആളുകളാണ്. അപ്പൊ അതിനൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു പരിഹാരം ആവാൻ പോവുകയാണ്. UPI പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റുകളൊക്കെ നൽകാം. അതിനെന്താണ്? ചലോ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാന്നല്ലേ? ഓക്കെ, അപ്പൊ ചലോ ആപ്പ് എന്ന് പറയുന്നതാണ് KSRTC യൂസ് ചെയ്യുന്നത്. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഹേമലതയാണ്. ഓക്കെ, ദൂരദർശനിലൊക്കെ ആരംഭിച്ച. അപ്പോൾ ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ എന്ന് പറയുന്നത് ആരാണ്? ഹേമലതയാണ്. ആ പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്തത്, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ ഇവയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി 2024 ജനുവരി 1 നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പോസാറ്റ് എന്ന് പറയും. അപ്പൊ സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. അവ ഈ പറയുന്ന സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായി വിക്ഷേപിച്ചതാണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദിത്യ L1 അതെപ്പോഴോ വിട്ടു. 2023 സെപ്റ്റംബറിൽ നമ്മൾ വിട്ടിട്ടുണ്ട്.
അപ്പോ ഈ പറയുന്ന എക്സ്റേകൾ അഥവാ സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ്. ആഗോളതലത്തിൽ സെക്കൻഡ് വൺ ആണ്. അതിന്റെ പേരാണ് എക്സ്പോസാറ്റ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പേരുകൂടി ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. നമ്മൾ പറഞ്ഞല്ലോ, കാരണം ഇദ്ദേഹം ഈ ലക്ഷദ്വീപിൽ പോയ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ലക്ഷദ്വീപിന്റെ ഫോട്ടോസ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതാണ് മാൽദീവ്സിന് എന്ത് ചെയ്തത്, മാൽദീവ്സ് ടൂറിസം മാത്രം ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ. കാരണം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് മാൽദീവ്സിലേക്ക് പോകുന്നതും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധ്യത, അപ്പൊ അവരുടെ സാധ്യത മങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രിക്കെതിരെ പരാമർശങ്ങളൊക്കെ നടത്തിയത്. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണ്? വൃന്ദാവൻ എന്ന് പറയും, ഉത്തർപ്രദേശ്. അവിടെയാണ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സൈനിക സ്കൂൾ സ്ഥാപിതമായത്. അപ്പൊ ഇത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ പെൺകുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക, അതിലൂടെ അവരുടെ എംപവർമെന്റ് ഉറപ്പുവരുത്തുക. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സൈനിക സ്കൂൾ അഥവാ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സൈനിക സ്കൂൾ എന്ത് ചെയ്യുന്നത് സ്ഥാപിതമായിരിക്കുന്നത്. അടുത്തത്, വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ. അപ്പൊ വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകത, അപ്പൊ വൈദ്യുതി കടത്തിവിടാവുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് മണ്ണ്, അപ്പൊ ഇലക്ട്രോണിക് സോയില് ഡെവലപ്പ് ചെയ്തത് ആരാണ്? അത് സ്വീഡൻ ആണ്. അപ്പൊ സോയിൽ, സ്വീഡൻ. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോണിക് സോയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്വീഡൻ ആണ്. അടുത്തത് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയും, ജനുവരി 9 ആണ് അല്ലെ. അപ്പൊ പ്രവാസീയ ഭാരതീയ ദിവസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ NRIs. അപ്പൊ അവരെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഇവരെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതിനു വേണ്ടിയുള്ളതാണ് പ്രവാസി ഭാരതീയ ദിവസ്. ഇത് മീൻസ് വർഷത്തിൽ ഒരിക്കലായിരുന്നു, പിന്നീട് 2 വർഷത്തിലേക്ക് മാറ്റിയിട്ടാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? വീരമണിദാസൻ എന്ന് പറയും. ഇപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഹരിവരാസന പുരസ്കാര ജേതാവ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തുന്ന വ്യോമസേനയുടെ ആദ്യ വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലീസ് എന്ന് പറയും. അപ്പൊ ഈ വിമാനമാണ് എന്ത് ചെയ്തത് രാത്രി ലാൻഡിംഗ് നടത്തിയ ആദ്യ വ്യോമസേനയുടെ വിമാനം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻ കീഴാണ്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരമാണ്. മലയിൻ കീഴാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. കാരണം ഇപ്പോ ഗ്രാമസഭയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായി സംഘടിപ്പിക്കാമല്ലോ. കാരണം വിദേശത്തുള്ള ആളുകൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും ടെക്നോളജിയുടെ സാധ്യതകൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പൊ ഇതാണ് ഗ്രാമസഭ. അപ്പൊ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻ കീഴാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ എന്ന് പറയും. അപ്പോൾ മികച്ച നടൻ, മികച്ച സിനിമ, മികച്ച സംവിധാനം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമയുടെ പേരെന്താണ്? ഓപ്പൺഹൈമർ എന്ന് പറയും. മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷന്റെ 2023 കിർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത് ആരാണ്? തീർത്ഥ സാർവിക അല്ലെ. മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷന്റെ ആണ്. അപ്പൊ 2023 കിർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത് തീർത്ഥ സാർവിക. പേരൊന്ന് ഓർത്തു വെക്കുക. 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? കണ്ണൂരാണ്. കൊല്ലം ജില്ലയിലാണ്, അല്ലെങ്കിൽ കൊല്ലത്താണ് ഇത് നടന്നത് എന്നറിയാം. കണ്ണൂരാണ് എന്ത് ചെയ്തത് ജേതാക്കളായിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഓപ്പൺഹൈമർ, അവ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺഹൈമർ. മികച്ച സംവിധായകനായി ക്രിസ്റ്റഫർ നോളൻ.
ഓക്കെ, അതേപോലെ തന്നെ മികച്ച നടനായി കിലിയൻ മർഫി വരുന്നുണ്ട്. മികച്ച സഹനടനായിട്ട് റോബർട്ട് ഡൗണി ജൂനിയർ. മികച്ച ഒറിജിനൽ സ്കോറിന് ലുഡിങ് ഖുറാൻസൺ. അതേപോലെ തന്നെ ഓപ്പൺ ഹെയ്മറിന് വേണ്ടി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. അപ്പൊ ഈ പറയുന്ന ഒരുപാട് അവാർഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓപ്പൺ ഹെയ്മർ നേടിയിട്ടുണ്ട്. മികച്ച മോഷൻ പിക്ചർ ആയിട്ട് ഓപ്പൺ ഹെയ്മർ എന്ത് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 5ഓളം ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ ലഭിച്ച ഒരു സിനിമയാണെന്ത്, ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഒന്നാമത് അമേരിക്കയാണ്. ഇപ്പോ സൈനിക വിഷയത്തിൽ അല്ലെങ്കിൽ സൈനിക വിഷയത്തിലും ആരാണ്? US ആണ് ഒന്നാമത്. രണ്ടാമത് റഷ്യയാണ്. മൂന്നാമത് ചൈനയാണ്. ദെൻ നാലാമതാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ വരുന്നത്. അപ്പൊ ഈ റോഡ് ശൃംഖലയിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്, രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഇന്ത്യയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂളുകൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾ സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാള് ഒരു സാധാരണക്കാരനായി ജനിച്ച് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊരു പ്രേരണ അല്ലെങ്കിൽ ഒരു ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രേരണ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയമാണ്. റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. ഓക്കെ, അപ്പൊ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് സഹായം നൽകാൻ വേണ്ടിയിട്ട് റോബോട്ടിനെ സ്ഥാപിച്ച ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. അത് കോട്ടയം ജില്ലയാണ്. എലീന. അപ്പൊ പേര് എലീന എന്നാണ്. എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. അത് കോട്ടയം ജില്ലയിലാണ്. അടുത്തൊരു കാര്യം, തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം അല്ലെങ്കിൽ തന്റെ ഇടം എന്ന് പറയും. ഓക്കെ, അപ്പൊ തനിക്ക് വേണ്ടി അഥവാ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ട ആളുകൾക്ക് സമൂഹവുമായി ഇടപെട്ട് മുഖ്യധാര സമൂഹവുമായി ഇടപെട്ട് ജീവിക്കാൻ അതിന് സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് തന്റെ ഇടം എന്ന് പറയും. US-ൽ നിന്നുള്ള സ്വകാര്യ കമ്പനി ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യത്തിന്റെ പേരാണ് പെരഗ്രിൻ. ചന്ദ്രനിലേക്കുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ ദൗത്യമാണിത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ചില ഫ്യൂവൽ ഫെയിലിയർ അതുപോലെയുള്ളത് കാരണം ഇത് പരാജയപ്പെട്ടിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ ഒരു പേര് പഠിച്ചു വെക്കുക. സ്വകാര്യ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജിയാണ് പെരഗ്രിൻ എന്ന് പറയുന്ന ലൂണാർ ദൗത്യം. ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ കമ്പനി എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം കൊണ്ടുവരുന്നത്. ലോക ഹിന്ദി ദിനം എന്നാണ്. ജനുവരി 10 ആണ് ലോക ഹിന്ദി ദിനം. അപ്പൊ ജനുവരി 10 ആണ് വേൾഡ് ഹിന്ദി ഡേ. 2024 ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായമാംസം നിരോധന ബിൽ പാസാക്കിയത്? ദക്ഷിണ കൊറിയയാണ്. അപ്പൊ നായമാംസം ഡോഗ് മീറ്റ്. അപ്പൊ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ച അല്ലെങ്കിൽ നിരോധന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. അതേപോലെ തന്നെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അറ്റാൽ എന്ന് പറയും. 34കാരൻ, ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ PM ആയിട്ട് വരുന്നു. ഇദ്ദേഹം ഒരു ഓപ്പൺലി ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു ഗേ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി വരുന്നത് ഗബ്രിയേൽ അറ്റാൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ അഥവാ ആധുനിക ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. അടുത്തിടെ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് അതെന്താണ്? ആൽവാരോ എന്ന് പറയും. ആൽവാരോ ചുഴലിക്കാറ്റാണ് ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിൽ എന്ത് ചെയ്തത്, അടിച്ചു വീശിയത്. നെക്സ്റ്റ് വൺ. ഇപ്പൊ 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ആരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് 2024 ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്?
ശ്രീറാം വെങ്കിട്ടരാമൻ. ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ ബഷീർ വധവുമായി തൊട്ടടുത്ത ന്യൂസ് തന്നെ ബഷീറാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ബഷീർ വധവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദവും ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് എന്താണ്? ശ്രീറാം വെങ്കിട്ടരാമനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ ബഷീർ പുരസ്കാര ജേതാവ് ആരാണ്? ഇ സന്തോഷ് കുമാർ ആണ്. ഓക്കെ, അപ്പൊ ഈ സന്തോഷ് കുമാർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ആണ് കേട്ടോ, ഇ സന്തോഷ് കുമാർ എന്നല്ല, ഇ സന്തോഷ് കുമാർ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ്. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? ദീപ്തി ശർമ്മയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു വനിതാ താരമാണ് എന്നതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമ്മൾ നേരത്തെ ഒരു ബ്രസീലിന്റെ ഒരു താരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാരാണ്? ഫ്രാൻസ് ബെക്കൻ ബോവർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജർമ്മനിയുടെ ഫുട്ബോളിന്റെ ഗതി മാറ്റിമറിച്ചു എന്ന് പറയാവുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്രയും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ 2024 ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. 2024 സൂപ്പർ ക്ലബ് ഫുട്ബോളിന് വേദിയാകുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, അപ്പൊ 2024 സൂപ്പർ ക്ലബ് ഫുട്ബോളിന് വേദിയാകുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഒഡീഷയാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, കെ സ്മാർട്ട് വഴി ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി കേരള ഗവൺമെന്റ് കൊണ്ടുവന്നു. ജനുവരി 1-നാണ് വന്നത്. അപ്പൊ അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ കോഴിക്കോടാണ്. അപ്പൊ കെ സ്മാർട്ട് വഴി അതിവേഗം പെർമിറ്റ് നൽകുക എന്നതാണല്ലോ കെ സ്മാർട്ട്. കാരണം ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈൻ ആയിട്ട് നൽകിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ആദ്യ കെട്ടിട പെർമിറ്റ് നൽകിയത് കോഴിക്കോട് കോർപ്പറേഷൻ ആണ്. 2024 ജനുവരിയിൽ ശതാഭിഷേകം എന്ന് പറയും 84ാമത് ജന്മദിനം ആഘോഷിച്ച മലയാള ഗായകൻ ആരാണെന്ന് ചോദിച്ചാൽ KJ യേശുദാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് 2024 ജനുവരിയിൽ എയിൻസ്റ്റീൻ പ്രോപ്പ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാരാണ്? ചൈന. എയിൻസ്റ്റീൻ പ്രോബ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം ഡോക്ടർ ജ്യോതിദേവ് കേശവ് ദേവിനാണ്. അപ്പൊ പ്രമേഹ ചികിത്സയിലുള്ള നൂതന സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ജ്യോതിദേവ് കേശവദേവ് എന്ന് പറയും. അദ്ദേഹത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു മാൽദീവ്സിന്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. 1965 ഇവർ സ്വതന്ത്രമായത് മുതൽ ഇന്ത്യ മാൽദീവ്സിന് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. 1988 അന്നത്തെ ഭരണാധികാരിക്കെതിരെ ഒരു സായുധ വിപ്ലവം, അതേപോലെ തന്നെ തമിഴ് അവരൊക്കെ അക്രമം നടത്തിയപ്പോഴൊക്കെ ഇന്ത്യയാണ് അവരെ സഹായിച്ചത്. അതേപോലെ തന്നെ ഈ COVID-19 സമയം, അതേപോലെ തന്നെ ആ സുനാമിയുടെ സമയം, ഡ്രിങ്കിങ് വാട്ടർ ക്രൈസിസ്, അപ്പൊ ഈ സമയത്തൊക്കെ ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയോ ഇവരൊക്കെ തന്നെയാണ് മാൽദീവ്സിനെ രക്ഷിച്ചത്. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് ഏകദേശം 2013 വരെ വളരെ വലിയൊരു ബന്ധമായിരുന്നു മാൽദീവ്സും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നത്. 2013 മുതൽ 2018 വരെ ആദ്യമായിട്ട് ഒരു ഇന്ത്യ ഔട്ട് നിലപാടുമായിട്ട് ഒരാൾ വരുന്നു, അബ്ദുള്ള യമീൻ എന്ന് പറയും. ഓക്കെ, അബ്ദുള്ള യമീൻ ഇന്ത്യ ഔട്ട് നിലപാടാണെങ്കിൽ കൂടി അദ്ദേഹവും ആദ്യം സന്ദർശിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. പിന്നെ 2018 മുഹമ്മദ് സ്വാലിഹ് വന്നു. 2023 വരെ ഇന്ത്യയുമായി നല്ലൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് മൊയ്സു, ഇദ്ദേഹം 2023 അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ അയാൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞതാണ് ഇന്ത്യൻ സൈന്യത്തെ മീൻസ് പുറത്താക്കും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഔട്ട് നിലപാട് സ്വീകരിച്ച ഒരാളാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം അധികാരത്തിൽ വന്നു. ഇദ്ദേഹം ഇന്ത്യയോട് ആദ്യമേ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ത്യയുടെ 88ഓളം സൈനികരുണ്ട്. അപ്പൊ സൈനിക ആവശ്യങ്ങൾക്കൊന്നുമല്ല, നമ്മൾ നൽകിയ ഫ്ലൈറ്റ്, എയർക്രാഫ്റ്റ്, അപ്പൊ നമ്മൾ നൽകിയ സംവിധാനങ്ങളൊക്കെ തിരിച്ചെടുക്കാനും സൈനികരെ പിൻവലിക്കാനുമാണ് ഇപ്പൊ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
അപ്പൊ ഇദ്ദേഹം എല്ലാ കീഴ്വഴക്കങ്ങളും, ഇപ്പൊ അബ്ദുള്ള യമീൻ ഇന്ത്യ ഔട്ട് നിലപാടാണെങ്കിൽ കൂടി ഡൽഹി ആദ്യം സന്ദർശിച്ചിട്ടുണ്ട്. മുയിസു ആദ്യം സന്ദർശിച്ചത് ഇന്ത്യയല്ല, ടർക്കിയാണ്. അവ ഇന്ത്യയുടെ ഒരു ഓപ്പോസിറ്റ് സൈഡ്, കാരണം പാകിസ്ഥാൻ ഇഷ്യൂയിലൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ ടർക്കി. പിന്നീട് പോയത് നേരെ ചൈനയിലേക്കാണ്. അപ്പൊ ചൈനയിൽ 20ഓളം കരാറുകൾ, ടൂറിസം, ദുരന്ത സാധ്യത കുറക്ക്, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഇഷ്യൂവും ടൂറിസവുമായി ബന്ധപ്പെട്ട 3 മന്ത്രിമാര് പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തുന്നതും അവരെ സസ്പെൻഡ് ചെയ്യുന്നതും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഈ ഒരു സമയത്ത് നടക്കുന്നതാണ്. അപ്പൊ ഈ ടൂറിസം മേഖലയിൽ എന്ത് ചെയ്യും, ചൈന കൂടുതൽ ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യും, മാൽദീവ്സിന് നൽകും. അതോടൊപ്പം ചൈന വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരു രാജ്യത്തിന്റെയും എന്ത് ചെയ്യില്ല, ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെടില്ല. അതേസമയത്ത് ഏത് രാജ്യത്തിന്റെയും സോവറിനിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അടുത്തൊരു കാര്യം, ഇന്ത്യൻ നാവികസേനയെ ശക്തരാക്കി ഇന്ത്യ നിർമ്മിത ലോങ് എൻഡ്യൂറൻസ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. അപ്പൊ ലോങ് എൻഡ്യൂറൻസ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്ന് പറയും. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഗ്രൂപ്പ് ആണ് എന്ത് ചെയ്തത്, ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 450 കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട്. 36 മണിക്കൂറാണ് ഇതിന്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് ദൃഷ്ടി 10 സ്റ്റാർലൈനർ, അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഡിഫൻസ് മേഖല കൂടി പ്രൈവറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കമ്പനികൾ ഈ മേഖലയിലേക്ക് വരുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യ വിദേശ സർവകലാശാല ഏതാണ്? ഡീക്കിൻ സർവകലാശാല എന്ന് പറയും, ഓസ്ട്രേലിയ. അവരാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാലയാകാൻ പോകുന്നത്. ദെൻ രാജ്യത്തെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് എന്ന് പറയും. ഈ സ്പേസ് ഏത് ഗവൺമെന്റിന്റെ കീഴിലാണ്? ഞാനൊരു ഹോംവർക്ക് തരാം. ഈ പറയുന്ന സ്പേസ് എന്ന് പറയുന്നത് ഏത് ഗവൺമെന്റ്, ഏത് സംസ്ഥാന ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണോ എന്ന് തുടങ്ങിയിട്ട് ഏത് ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യാം. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാകുന്നത് ആരാണ്? UV ജോസ് ആണ്. ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2024 പുനലൂർ സോമരാജനാണ് ലഭിച്ചിരിക്കുന്നത്. ആ പേരൊന്ന് ഓർത്തു വെക്കുക. ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2024 പുനലൂർ സോമരാജനാണ്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതി എന്താണ്? ഓർമ്മത്തോണി. അപ്പൊ ഡിമെൻഷ്യ കേരള സൗഹൃദ കേരള പദ്ധതി എന്താണ്? അത് ഓർമ്മത്തോണി എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, തുടർച്ചയായി 3ാം വർഷവും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് ആരാണ്? ദുബായിയാണ്. അപ്പൊ എത്രയാണ്? തുടർച്ചയായി 3ാം വർഷം, അഥവാ 3ാം തവണയും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാരമായി അല്ലെങ്കിൽ സഞ്ചാര മേഖലയായി കേന്ദ്രമായി മാറിയത് ആരാണ്? ദുബായിയാണ്. അടുത്തിടെ ലോങ് മാർച്ച് 2 സി റോക്കറ്റ് വിക്ഷേപിച്ച ലോങ് മാർച്ച് 2 സി റോക്കറ്റ് വിക്ഷേപിച്ചത് ആരാണ്? ചൈനയാണ്. എയിൻസ്റ്റീൻ പ്രോബ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ലോങ് മാർച്ച് C2 റോക്കറ്റ്, അത് ലോങ് മാർച്ച് 2C റോക്കറ്റ് വിക്ഷേപിച്ചത് ആരാണ്? ചൈനയാണ്. 2C, ഓക്കെ, ചൈന. അപ്പോ 2 സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി, C ഫോർ ചൈന. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023 ആണ്. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം 2023 ആണ്. 2023ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു എന്നതാണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഹെർമൻ ക്രൂസ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായത്. ഇനി ദേശീയ യുവജന ദിനം എന്ന് പറയും. ജനുവരി 12 ആണ്. ഇത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ഓക്കെ, അപ്പൊ സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ പഠിച്ചു വെക്കുക. കാരണം സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട്
യൂത്ത് ഫെസ്റ്റിവൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യമാരാണ്? അഫ്ഗാനിസ്ഥാനാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് എർത്ത് ക്വേക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ ആണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എർത്ത് ക്വേക്കുകൾ റീസെന്റ് ആയിട്ട്. അതേപോലെ തന്നെ ഇന്തോനേഷ്യ ജപ്പാനൊക്കെ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ് എർത്ത് ക്വേക്കുകൾ. ഫിലിപ്പൈൻസ് 2023 സ്വച്ഛ് സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ്? ആലപ്പുഴ. അപ്പൊ സ്വച്ഛ് സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ്? ആലപ്പുഴയാണ്. ഓക്കെ, ആ പേരൊന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു കാര്യം, റിപ്പബ്ലിക് ഓഫ് അങ്കോളയിൽ ഇന്ത്യയുടെ പുതിയ അംബാസഡറായ മലയാളി ആരാണ്? വിധു പി നായരാണ്. ഓക്കെ, അപ്പൊ വിധു പി നായരാണ് എന്ത് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഓഫ് അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസഡറായ മലയാളി. അപ്പൊ മലയാളി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്ന് നോട്ട് ചെയ്തത്. അപ്പൊ ഡോക്ടർ വിധു പി നായരാണ് പുതിയ അംബാസഡറായി നിയമിതരായത്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24. അപ്പൊ ഈ പറയുന്ന മിലൻ 24 ഇത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. മുമ്പ് പല സ്ഥലത്തും നടന്നിരുന്നു. ഇപ്പൊ എന്താണ്, ഇത് വിശാഖപട്ടണത്തേക്ക്, ആൻഡമാൻ നിക്കോബാറിലൊക്കെ നടത്തിയിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പരിപൂർണമായും വിശാഖപട്ടണത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ, അപ്പോ 2024 T20 എവിടെയായിരുന്നു? USA വെസ്റ്റ് ഇൻഡീസ് ആണ്. അപ്പോ അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഇന്ദ്രധനുസ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രൻസ്. കാരണം ഇന്ദ്രധനുസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ദ്രൻസ് ആണ്. അടുത്തത്, ചെങ്കടലിൽ ആക്രമണം നടത്തുന്ന യമനിലെ ഹൂത്തി വിമതർക്കെതിരെ വ്യോമാക്രമണം നടത്തിയ രാജ്യങ്ങൾ ആരൊക്കെയാണ്? US-ഉം UK-യുമാണ്. ഇപ്പൊ ഈ റെഡ് സീ അല്ലെ, അപ്പൊ ഈ റെഡ് സീ എന്ന് പറയുന്നത് ഇപ്പം വളരെ വലിയ, കാരണം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹമാസിനോടുള്ള ഐക്യദാർഢ്യം, ഹമാസിനോട് എന്ന് പറയാൻ പറ്റില്ല, പലസ്തീനിയൻസിനോട്. അപ്പൊ ഈ പലസ്തീനിയൻസിനോട് സീസ് ഫയർ വേണം, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ അറ്റാക്ക് അവസാനിപ്പിക്കണം. ആ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൂത്തീസ് ഈ പറയുന്ന രീതിയിൽ റെഡ് സീയിൽ ഒരു അറ്റാക്ക് നടത്തിയത്. ഒരുപാട് ഷിപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഷിപ്പ് കമ്പനികളൊക്കെ റെഡ് സീയിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ US-ഉം UK-യുമാണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് ഇന്നലെ വന്ന ന്യൂസ് എന്താണ്, ഈ ഹൂത്തീസ് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ US ഹൂത്തിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരുടെ ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമായതിന് മറുപടിയായിട്ടാണ് US-ഉം ബ്രിട്ടനും യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ ടോമഹോക്ക് മിസൈലുകളും ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയത്. 2014 മുതൽ യമന്റെ ഒരു പ്രധാന ഭാഗം നിയന്ത്രിക്കുന്ന ഹൂത്തികൾ നിർണായകമായ അന്താരാഷ്ട്ര കടൽ പാതയിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇത് ആഗോള കപ്പൽ ഗതാഗതത്തിന് ആശങ്കകൾ ഉണ്ടാക്കാൻ കാരണമായിട്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് US-ഉം UK-യും ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. 27ാമത് ദേശീയ യുവജനോത്സവം നാസിക്കിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ 27ാമത് ദേശീയ യുവജനോത്സവം, അപ്പൊ യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി നൽകുക എന്നതാണ്. 12 മുതൽ 16 വരെയായിരുന്നു യുവജനോത്സവം. അപ്പൊ ഇവിടെയാണ്, നാസിക്കിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ജനുവരി 12 എന്ന് പറയുന്നത് ദേശീയ യുവജന ദിനമാണ്. അത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. രാജ്യത്തിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം അല്ലെങ്കിൽ രാജ്യത്തിലെ ഏറ്റവും നീളമേറിയ പാലം അല്ലെങ്കിൽ കടൽ പാലം എല്ലാം പറയാവുന്നത് എന്താണ്, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് അടൽ സേതു എന്ന് പറയുന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മുംബൈയിൽ നിന്നും നാവി മുംബൈയിലേക്ക് എളുപ്പമെത്താൻ സഹായിക്കുന്ന 21.8 കിലോമീറ്റർ നീളമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപ്പാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അടൽ സേതു എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഈ ഒരു പേര്, അപ്പൊ ഏറ്റവും വലിയ കടൽപ്പാലം ഏതാണ്? മുംബൈയെ നാവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന കടൽപ്പാലം ഇല്ലായിരുന്നെങ്കിൽ ഇത് 22 കിലോമീറ്റർ അല്ലേ, ഈ 22 കിലോമീറ്റർ 20 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന 42 കിലോമീറ്റർ ആണ്, അത് യാത്ര ചെയ്യാൻ 2 മണിക്കൂർ ആവശ്യമായിരുന്നു. അപ്പൊ ഇതിന്റെ 1/6 സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന പുതിയ പാലത്തിലൂടെ മീൻസ് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അവ ഒഡീഷ മൈനിങ് കോർപ്പറേഷനും ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ആരാണ്? ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, അവ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയും അല്ലെ. അപ്പൊ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ് ആര്? ജെയിൻ. അപ്പൊ ഈ പറയുന്ന ഖേൽരത്ന മീൻസ് ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ്. രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. പേര് ഓർത്തു വെക്കണേ. ഇപ്പൊ രാം മന്ദിർ ഒക്കെ വരുന്നില്ലേ, രാം ക്ഷേത്രയൊക്കെ വരുന്നല്ലോ. അപ്പൊ ഛത്തീസ്ഗഡ് ആണ് രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ചത്. അപ്പൊ അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനമായ രാംലാല ദർശൻ സ്കീം ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. റായ്പൂരിൽ ചേർന്ന, അപ്പം IRCTC-യുമായിട്ടൊക്കെ സഹകരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ യാത്രാ സൗകര്യം ഒരുക്കുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? ഛത്തീസ്ഗഡ്. കാരണം രാം ടെമ്പിൾ ഉദ്ഘാടനം ചെയ്യുന്നതോടെ അത് വളരെ വലിയൊരു പിൽഗ്രിമേജ് സെന്റർ ആയിട്ട് മാറും അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പിൽഗ്രിമേജ് ടൂറിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. അപ്പൊ ഇവർക്ക് കൂടുതൽ പഠനം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ട്രെയിനിങ്, മത്സര പരീക്ഷകൾ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് യോഗശ്രീ പദ്ധതി എന്ന് പറയും. അത് വെസ്റ്റ് ബംഗാളാണ്. അടുത്തൊരു കാര്യം, ഒഡീഷയിലെ മൽക്കൻഗിരി വിമാനത്താവളം നവീൻ പട്നായിക്. അപ്പൊ ഇതൊരു ട്രൈബൽ മേഖലയിലുള്ള ഒരു വിമാനത്താവളമാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ മൽക്കൻഗിരി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. അപ്പൊ ഇതെന്താണ്? ഈ ഗോത്രവർഗ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വികസനം പ്രോത്സാഹിപ്പിക്കാൻ. അപ്പൊ ഈ ഗോത്ര മേഖലയിലേക്ക് എന്ത് ചെയ്യണം? കണക്ടിവിറ്റി വേണം, അതേപോലെ തന്നെ വികസനം വേണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ പുതിയ വിമാനത്താവളം എവിടെയാണ്? മൽക്കൻഗിരി എന്ന് പറയും. അപ്പോ 1620 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുള്ള റെയിൻവേ ആണ് എന്ത് ചെയ്യുന്നത്? ഈ വിമാനത്താവളം. അപ്പൊ ചെറിയൊരു വിമാനത്താവളമാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊരു കാര്യം, രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. അപ്പൊ ഈ കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പഠിച്ചേക്കുക. രാജ്യത്ത് ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കേരളമാണ്. അതേപോലെ തന്നെ ധാക്ക ചലച്ചിത്ര മേഖലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവ് എന്ന് പറയും, 2024. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു എയിൻസ്റ്റീൻ പ്രോബ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ക്രോസ്മിക് ആ ഒരു പ്രക്ഷുബ്ധത അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ എയിൻസ്റ്റീൻ പ്രോബ് എന്ന് പറയും. ഇതൊരു താമരയുടെ ആകൃതിയുള്ള ഒരു ഉപഗ്രഹമാണ്. അത് ചൈനയാണ് എന്ത് ചെയ്യുന്നത്? വിന്യസിക്കുന്നത്. അപ്പൊ നിഗൂഢമായ ക്ഷണിക പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനുള്ള ദൗത്യത്തിനായി ചൈന അടുത്തിടെ എയിൻസ്റ്റീൻ പ്രോബ് എന്ന് പറയും. അപ്പൊ ചൈനയാണ് ഈ പറയുന്ന മീൻസ് എന്തിനെ കുറിച്ചാണ്? കോസ്മിക് റേസ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. ഓക്കെ, അപ്പൊ മാംസഭോജി എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിനാണ് എന്ത് ചെയ്യുന്നത്? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന മീൻസ് ആ ഒരു കവിതാ സമാഹാരത്തിനാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓടക്കുഴൽ അവാർഡൊക്കെ നമ്മളെ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് പഠിച്ചു വെക്കുക. PN ഗോപികൃഷ്ണനാണ്. പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം, സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സാംസ്കാരിക പുരസ്കാരം, അത് PR കുമാര കേരളവർമ്മ, ഇദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്.
അടുത്തൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24ന്റെ വേദി ഏതാണ്? വിശാഖപട്ടണമാണ്. അപ്പൊ മിലൻ 24 എന്ന് പറയുന്നത് ഒരു നാവിക അഭ്യാസമാണ്. അതെന്താണ്? ഈ പറയുന്ന മിലൻ 24 വിശാഖപട്ടണത്താണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ്? കൊട്ടാരക്കര ഭദ്ര. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കലകൾ ഉണ്ടെങ്കിൽ അത് കേട്ടാൽ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഈ ന്യൂസ് കണ്ട ഉടനെ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോയിട്ട് കഥകളിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ദേശീയ യുവജന ദിനം 2024 ജനുവരി 12 നമ്മൾ പറഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികമാണ് എന്ത് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ, അപ്പൊ ഈ യൂത്ത് സമൂഹത്തിന് എത്രമാത്രം പ്രാധാന്യമാണ്, ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടുന്ന രീതിയിലാണ് ദേശീയ യുവജന ദിനം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത ആരാണ്? ശ്വേത കെ സുഗതൻ എന്ന് പറയും. അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത ആരാണ്? ശ്വേത കെ സുഗതൻ എന്ന് പറയും. അപ്പൊ ഈ ഒരു പേര് പഠിച്ചു വെക്കുക. ചന്തുബി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? അസം. ഓക്കെ, അസമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചന്തുബി ഫെസ്റ്റിവൽ അരങ്ങേറിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നെന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് നൽകിയ രാജ്യം ആരാണ്? സൗത്ത് ആഫ്രിക്കയാണ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഇത് ഏഷ്യ, ആ ഒരു യൂറോപ്പ്, ഈ മേഖലയിൽ ഒന്നുമുള്ള രാജ്യമല്ലല്ലോ. കാരണം പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നം? സൗത്ത് ആഫ്രിക്ക ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന അപ്പാത്തീഡ് മൂവ്മെന്റ് ഒക്കെ സാക്ഷിയായ ഒരു രാജ്യമാണ്. അപ്പൊ വംശീയതക്കെതിരെ പണ്ട് മുതലേ, അതേപോലെ തന്നെ നെൽസൺ മണ്ടേലയുടെ കാലത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന പലസ്തീനിയൻ കൂസിനെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ ആ ഒരു ചരിത്രപരമായ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് സൗത്ത് ആഫ്രിക്ക എന്ത് ചെയ്യുന്നത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എന്ത് ചെയ്യുന്നത്, മീൻസ് ഇസ്രായേലിനെതിരെ കേസ്. അപ്പൊ ഈ പറയുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ ഈ UN ഏജൻസികളൊക്കെ നിങ്ങൾ പഠിക്കാറില്ലേ? അപ്പൊ അതിൽ ICJ എന്ന് പറയുന്നത് ഒന്ന് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കുക. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ്? പ്രസാദം എന്ന് പറയും, ഉജ്ജയിൻ, മധ്യപ്രദേശ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് എന്ന് പറയും പ്രസാദം, അത് ഉജ്ജയിൻ, മധ്യപ്രദേശ് ആണ്. അതൊരു മീൻസ് ഒരു ഫോക്ക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ദെൻ 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 ആണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പൊ നമ്മൾക്ക് വിസയില്ലാതെ എത്ര രാജ്യങ്ങളിലേക്ക് കയറാൻ പറ്റും, അതുപോലെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പാസ്പോർട്ട് ഇൻഡെക്സ്. അപ്പൊ ഏറ്റവും മുന്നിൽ ഉണ്ടാവാറുള്ളത് ആരാണ്? ഈ പറയുന്ന സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളാണ്. AFC ഏഷ്യൻ കപ്പ് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? യോഷിമി യമഷിത എന്ന് പറയും, ജപ്പാൻകാരിയാണ്. ഓക്കെ, അപ്പൊ ആദ്യ വനിതാ റഫറി. അതേപോലെ തന്നെ നമ്മൾ ഈ വേൾഡ് കപ്പിൽ അല്ലെ, വേൾഡ് കപ്പ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അടുത്ത 2020 ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം അദ്ദേഹത്തിന്റെ കാലഘട്ടം അവസാനിക്കുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും എന്താണ്, അദ്ദേഹം മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന കളികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല ഒരു മുന്നേറ്റം നടത്തിയ ഒരു താരം കൂടിയാണ്. ONGCയുടെ പുതിയ എണ്ണ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഒരു മൈനിങ് എവിടെയാണ്? കൃഷ്ണ ഗോദാവരി തടത്തിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ തീരത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള കൃഷ്ണ ഗോദാവരി ഡീപ്പ് വാട്ടർ ബ്ലോക്ക്, അവിടെ നിന്നാണ് എണ്ണ വേർതിരിച്ചെടുത്തത്. അപ്പൊ ഇന്ത്യയുടെ ഊർജ ഭൂപ്രകൃതിയില് വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഇതിനെ കാണാൻ പറ്റും. അഥവാ 2024 പകുതിയോടെ 45,000 ബാരലിനടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? പെട്രോളിയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഉൽപാദനത്തിന്റെ 7% എന്ത് ചെയ്യും ഇത്. അപ്പൊ വളരെ വലിയ രീതിയിൽ നമ്മൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് കൃഷ്ണ ഗോദാവരി ആ ഒരു ഏരിയയിലുള്ള മീൻസ് എന്ത് എണ്ണയുടെ ഉൽപാദനം.
രാജസ്ഥാനിലെ അന്താരാഷ്ട്ര ഒട്ടകോത്സവം ആരംഭിച്ച സ്ഥലം ഏതാണ്? ബിക്കാനീർ. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ഒട്ടകങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ നാടോടി നൃത്തങ്ങൾ, കലാരൂപങ്ങൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ ഒട്ടകങ്ങളെയൊക്കെ ചമയിച്ചൊരുക്കുന്ന ആ ഒരു രീതികളും കാര്യങ്ങളൊക്കെ എന്തുണ്ട്? രാജസ്ഥാനിലുണ്ട്. ദെൻ ഗുജറാത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി $500 മില്യൺ വായ്പ നൽകുന്ന സ്ഥാപനം ഏതാണ്? ഷാങ്ഹായ് ആസ്ഥാനമായിട്ടുള്ള ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അപ്പോ ഈ പറയുന്ന സംസ്ഥാനത്ത് കണക്ടിവിറ്റി ഏകദേശം 1200 കിലോമീറ്ററോളം റോഡുകൾ നിർമ്മിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അറിവ്, വൈദഗ്ധ്യം, നോളജ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സഹായം നൽകുന്നുണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യ, പരിസ്ഥിതി ബോധവൽക്കരണ രീതികൾ, സുരക്ഷിതമായ റോഡ്, അപ്പൊ ഇതൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കണക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും വലിയൊരു ലോണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഗുജറാത്തിന് നൽകുന്നത്. അടുത്തൊരു കാര്യം, ന്യൂ ജനറേഷൻ ആകാശ് മിസൈൽ അല്ലെ. അപ്പൊ ഇത് വിജയകരമായി വിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം എയർ ടു എയർ മിസൈൽ ആണ്. ഇത് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് അഥവാ ഒഡീഷയിലെ ചാണ്ടിപ്പൂരിലെ മീൻസ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അപ്പൊ താഴ്ന്ന ഉയരത്തിൽ ഉയർന്ന വേഗതയുള്ള ആളില്ല ആകാശ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ ഇതുപോലെ ആളില്ലാ വിമാനങ്ങളോ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മിസൈലിലൂടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന ഒരു ആളില്ലാ ആകാശ വാഹനം, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. അപ്പൊ ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു സംവിധാനം. അപ്പൊ ഇതിന് റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉണ്ട്, ലോഞ്ചർ, മൾട്ടി ഫംഗ്ഷൻ റഡാർ ഉണ്ട്, കമാൻഡ് ഉണ്ട്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ആധുനികവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് 2024 സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്യുന്ന എന്നാണ് അബ്സോർപ്ഷൻ ഓഫ് ടെക്നോളജി എന്ന് പറയും അല്ലെ. അപ്പോ ഈ പറയുന്ന ഒരു വർഷമായിട്ടാണ് 2024 ഇന്ത്യൻ സൈന്യം കാണുന്നത്. അപ്പൊ ഈ ഒരു തീം പഠിച്ചു വെച്ചോ. 2024 സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്യുന്ന വർഷം, ഇയർ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി അബ്സോർപ്ഷൻ എന്ന് പറയുന്നതാണ് 2024 ഇന്ത്യൻ സൈന്യം കാണുന്നത്. അടുത്തൊരു കാര്യം, ഇന്ത്യൻ ജപ്പാനീസ് കോസ്റ്റ് ഗാർഡുകൾ തമ്മിലുള്ള സംയുക്ത വ്യായാമമാണ് സഹ്യോഗ് കൈജിൻ എന്ന് പറയും. അപ്പൊ ഈ സഹ്യോഗ് കൈജിൻ അപ്പോ 2006 ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തത്. അപ്പോ ഈ പറയുന്നത് പ്രകാരം രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കും. അവര് ഈ പറയുന്ന മാരിടൈം സെക്യൂരിറ്റി മേഖലകളിൽ പരസ്പരം സഹകരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സഹായങ്ങൾ. അപ്പൊ ഇന്ത്യയും ജപ്പാനും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം നല്ല രീതിയിലുള്ള ഒരു രാജ്യമാണ്. ഓക്കെ. അപ്പൊ ആ സംയുക്ത വ്യായാമത്തിന്റെ പേരാണ്. അതേപോലെ തന്നെ ക്വാഡിൽ എന്ത്? ജപ്പാനും ഇന്ത്യയും മെമ്പർ ആണ് അല്ലെ. ക്വാഡില് ഇന്ത്യ, ജപ്പാൻ ഉണ്ട്, കൂടെ ഓസ്ട്രേലിയയും ആരുണ്ട്? US കൂടിയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ബന്ധങ്ങൾ എന്താണ്? ഇന്ത്യയും ജപ്പാനുമായി പരസ്പരം സഹകരിക്കുന്നുണ്ട്. അപ്പൊ ഈ സഹ്യോഗ് കെയ്ജിൻ എന്ന് പറയുന്നതാണ് സംയുക്ത കോസ്റ്റ് ഗാർഡ് വ്യായാമം. ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്ക് എന്താണ്? SBI ആണ്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും. രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ശൃംഖല തന്നെയാണ് SBI. അവരാണ് SBI ഗ്രീൻ റുപ്പി ടേം ക്രെഡിറ്റ് ഡെപ്പോസിറ്റ്. അപ്പൊ SBI ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ്. അപ്പൊ എന്താണ്? SBI അല്ലെങ്കിൽ S എന്ന് പറയാം, SBI ചുരുക്കിയിട്ട് SGRTD എന്ന് പറയും. അഥവാ SBI ഗ്രീൻ റുപ്പി ടേം എന്താണ്? ഡെപ്പോസിറ്റ്. അപ്പൊ ഈ പറയുന്ന ഒരു സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്? SBI കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെയുള്ള ഒരു കാര്യം എന്താണ്? ഹരിത ധനകാര്യ ആവാസ വ്യവസ്ഥ. അപ്പൊ ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്രീൻ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി സൗഹൃദ പദ്ധതികളെ പിന്തുണക്കുക. അപ്പൊ പരിസ്ഥിതി സൗഹാർദ്ദമായ പദ്ധതികളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പദ്ധതി നിലനിൽക്കുന്നത്. 2023 ഏപ്രിൽ 11 RBIയുടെ വിജ്ഞാപനം അനുസരിച്ച് ഗ്രീൻ ഫിനാൻസിനായി വകയിരുത്തുന്നതിനായി നിയന്ത്രിത സ്ഥാപനങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് സ്വീകരിച്ച പലിശ ബാധ്യതയുള്ള നിക്ഷേപത്തെയാണ് ഗ്രീൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രീൻ ഡെപ്പോസിറ്റ് എന്താണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇവിടുന്ന് പഠിച്ചു വെക്കുക. We are going ahead. Next one.
പേ നൗ UPI. പേ നൗ UPI എന്ന് പറയുന്നത് എന്താണ്? ഒരു UPI പേ നൗ ലിങ്കേജ്. ഇത് ഇന്ത്യയും അതേപോലെ സിംഗപ്പൂരും. അപ്പൊ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ സിംഗപ്പൂരിന് ഇന്ത്യയും സിംഗപ്പൂരിനും ഇടയിൽ ഒരു പണമിടപാട് സുതാര്യമാക്കാൻ വേണ്ടിയുള്ള അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ മോണിറ്ററി അതോറിറ്റി ഓഫ് സിംഗപ്പൂർ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഏകോപനത്തിന് അല്ലെങ്കിൽ ഒരു സഹകരണം അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ള പണം. അപ്പൊ ഇന്ത്യയിലെ UPI ഉപയോക്താക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മൊബൈൽ നമ്പറുകളോ വെർച്വൽ പേയ്മെന്റ് വിലാസങ്ങളോ ഉപയോഗിച്ച് സിംഗപ്പൂരിലെ പേ നൗ ഉപയോക്താക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം അയക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ബോർഡർ അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ഇടപാടുകൾ തടസ്സങ്ങളില്ലാതെ നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? പേ നൗ UPI എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായ മൈക്കൽ ദേബത്ര പത്ര അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവും അതേപോലെ തന്നെ അദ്ദേഹം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള വൈദഗ്ധ്യം ആ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പത്രയുടെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ക്യാബിനറ്റ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി CAC എന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്? ഇത് നീട്ടിയതായി അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുന്നത് 2ാം തവണയാണ്. ഇപ്പം ഡൽഹി ചീഫ് സെക്രട്ടറി ഇതുപോലെയുള്ള പല ആളുകളുടെയും കാലാവധി എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാർ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് യുവനിധി പദ്ധതി എന്ന് പറയും. ഇത് തമിഴ്നാട് സർക്കാർ അല്ലെ, തമിഴ്നാട്ടിൽ ഇപ്പൊ കോൺഗ്രസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് ഒരുപാട് 5 മീൻസ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇതിൽ 5ാമത്തെയും അവസാനത്തെയുമായ ഒരു പദ്ധതിയാണ് യുവനിധി പദ്ധതി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ശിവഗോമയിലെ ഫ്രീഡം പാർക്കിലാണ് ആരംഭിച്ചിരിക്കുന്നത്. 2022-23 അധ്യയന വർഷത്തിൽ ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? ബിരുദം മാത്രമല്ല ഡിപ്ലോമ. അപ്പൊ ഇവർക്ക് 2022-23 വർഷങ്ങളിൽ ഡിഗ്രി പൂർത്തിയാക്കിയ ആളുകൾ അപ്പൊ ഇവരെന്ത് ചെയ്യുന്നില്ല? മീൻസ് ഉപരിപഠനം നടത്തുന്നില്ല. അതേസമയത്ത് ഇവർക്ക് ജോലിയില്ല. അപ്പൊ തൊഴിൽ ഉറപ്പാക്കാൻ കഴിയാത്തവരും ഉപരിപഠനം നടത്താത്തവരുമായ ബിരുദധാരികൾക്ക് 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും പ്രതിമാസം നൽകും. ആ ഒരു പദ്ധതിയാണ് യുവനിധി പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത്, രാഷ്ട്രപതി ദ്രൗപദി മുർമു മരണാനന്തര ബഹുമതിയായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ആർക്കാണ്? സവിത കെൻസ്വാൾ എന്ന് പറയും. 14 ദിവസം കൊണ്ട് എവറസ്റ്റ് കീഴടക്കി മകാലു പർവ്വതവും കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ പർവ്വതാരോഹകയായ സവിത കെൻസ്വാൾ ആണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. അബദ്ധവശാൽ എന്ത് ചെയ്തു? ആ ഒരു യാത്രയിൽ അവര് മരിച്ചുപോയി. അപ്പൊ 25ാം വയസ്സിൽ അവര് ഈ പറയുന്ന ഒരു നേട്ടം കൈവരിച്ചു എന്ന് പറയുന്നത് അവരുടെ കഴിവ് മാത്രമല്ല, അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യവും മനോധൈര്യവും പ്രകടിപ്പിക്കുന്നു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് പേര്? സവിത കെൻസ്വാൾ. നെക്സ്റ്റ് വൺ, IIT മദ്രാസ്. വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് ഇപ്പം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ ക്യാമ്പസ് എവിടെയാണ്? ശ്രീലങ്കയിലെ കാൻഡിയിലാണ്. എവിടെയാണ്? ശ്രീലങ്കയിലെ കാൻഡിയിലാണ്. 2024 ബജറ്റിന്റെ ഭാഗമായിട്ടാണ് ധനമന്ത്രി കൂടിയായ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ചരിത്രപരമായ പ്രാധാന്യം സാംസ്കാരികമായി ചരിത്രപരമായ പ്രാധാന്യമുള്ള ശ്രീലങ്കയിലെ കാൻഡിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ഈ ശ്രീലങ്കൻ വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രാദേശികമായി ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ഒരു ഫെസിലിറ്റി എന്ത് ചെയ്യും? ഈ ഒരു സംവിധാനം വരുന്നതിലൂടെ ലഭ്യമാകുന്നതാണ്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ചരിത്ര നാഴികക്കല്ല് കൈവരിച്ച പേസ് ബൗളർ ആരാണ്? ടിം സൗത്തിയാണ്. ഈ ഒരു പേര് നോട്ട് ചെയ്ത് വെച്ചോ. T20യിൽ ആദ്യമായിട്ടാണ് ഒരാൾ 150 വിക്കറ്റ് നേടുന്ന ആദ്യ ബൗളർ ആയിട്ട് 150 വിക്കറ്റ് നേടുന്ന. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് T20 വന്നത്, ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പൊ T20യിൽ 150 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളർ ആയിട്ട് വരുന്നത് ആരാണ്? ടിം സൗത്തിയാണ്. 35 വയസ്സുള്ള ടിം സൗത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു കരിയർ അല്ലെങ്കിൽ നേട്ടം കൈവരിച്ചത്. ഷാക്കിബുൽ ഹസൻ 140 വിക്കറ്റ്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇതിഹാസമായ റാഷിദ് ഖാൻ 130 വിക്കറ്റ്. അപ്പൊ ഇവരെ മറികടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടിം സൗത്തി 150 വിക്കറ്റുകൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പാകിസ്ഥാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്.
അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മിസ്തുബിഷി ഹെവി ജപ്പാന്റെ ചാര ഉപഗ്രഹം വഹിക്കുന്ന HIIA റോക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ മിസ്തുബിഷി ഹെവി എന്ന് പറയുന്നത് എന്താണ്, HIIA എന്ന് പറയുന്ന റോക്കറ്റ്. അപ്പൊ ജപ്പാന്റെ വിവരശേഖരണ ഉപഗ്രഹമായ ഓപ്റ്റിക്കൽ 8 വഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, HIIA എന്ന് പറയുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത്. അപ്പോ ഈ പറയുന്ന ബഹിരാകാശ പര്യവേക്ഷണത്തിലും ദേശീയ സുരക്ഷയിലും ഒരു സുപ്രധാന നാഴികക്കല്ല് എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്തുബിഷി ഹെവി കൈവരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം. ഇതിന്റെ ബാക്കി അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ ഓപ്റ്റിക്കൽ 8 എന്ന് പറയുന്നത് ഒരു വിവരശേഖരണ ഉപഗ്രഹമായിരുന്നു. 2001 സ്ഥാപിതമായ HIIA റോക്കറ്റിന്റെ 48ാമത്തെ വിക്ഷേപണമാണ്. അപ്പൊ 2001 ഇത് സ്ഥാപിതമായത്, സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ 48ാമത് വിക്ഷേപണമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നടന്നിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ഗംഗാ സാഗർ മേള. അപ്പൊ പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപിൽ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഗംഗാ സാഗർ മേള നടക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ രണ്ടാമത്തെ എന്ന് പറയാം. അവ കുംഭമേള കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ബഹുമാനിക്കപ്പെടുന്ന കുംഭമേളയ്ക്ക് ശേഷമുള്ള ജനപ്രിയമായ രണ്ടാമത്തെ മേള എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും ജനുവരി 14 അല്ലെങ്കിൽ 15 തീയതികളിലാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. അതിനോടൊപ്പമാണ് ഈ ഗംഗാസാഗർ മേള. അപ്പൊ കുംഭമേള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ രണ്ടാമത്തെ മേള എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പൊ ഈ പറയുന്ന സാംസ്കാരികം, മതപരമായ പ്രാധാന്യം, അപ്പൊ ഇത് വളരെ വലിയ രീതിയിൽ ഒരു ഉത്സവമായി ആഘോഷിക്കുന്നുണ്ട്. ശൈത്യകാലത്ത് നടക്കുന്ന ഗംഗാസാഗർ മേള അവരെന്ത് ചെയ്യുന്നുണ്ട്, ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്ന പുണ്യസ്നാനം നടത്തുന്ന ഒരു പുണ്യ സംഗമമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗംഗാ സാഗർ മേളയെ കാണുന്നത്. ഗംഗ എന്ത് ചെയ്യുന്നത്, സാഗരമായി, ജനസാഗരമായി മാറുന്ന ഒന്നാണ്. ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പുണ്യനദിയായി കണക്കാക്കപ്പെടുന്ന ഗംഗ ബംഗാൾ ഉൾക്കടലിൽ ലയിച്ച് സ്വാഗർ ദ്വീപിൽ അതിന്റെ യാത്ര അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലയിൽ നിന്ന്, അപ്പൊ സ്വാഗർ ദ്വീപിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗംഗാസാഗർ എന്ന് പറയുന്ന പദ്ധതി നടക്കുന്നത്. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലൻ ആരാണ്, പ്രണവ്. ഒന്ന് പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രെ. ആ ഒരു പേരൊന്ന് പഠിച്ചു നോക്കണം. കാരണം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഈ പറയുന്ന അവാർഡുകളൊക്കെ ലഭിച്ച ആളാണ്. ഓക്കെ, ഒരു ഹോംവർക്ക് ഞാൻ തരാം. എന്താണ്, ഈ പറയുന്ന പ്രഭ ആത്രെ അവരുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ന്യൂസുകൾ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ്, ഋതു സാരംഗിലാലാണ്. അപ്പൊ ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ കേരളത്തിന്റെ ഋതു സാരംഗിലാലാണ് എന്ത് ചെയ്തത്, ജേതാവായിരിക്കുന്നത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയിരിക്കുന്നത് ആരാണ്, മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആപ്പിൾ ആയിരുന്നു. അപ്പൊ മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിളിനെ പിന്തള്ളിയിട്ട് 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് റീജിയണൽ കാൻസർ സെന്റർ RCC ട്രിവാൻഡ്രമാണ് എന്ത് ചെയ്യുന്നത്, RCC TVM-ലാണ് ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്, RCC ട്രിവാൻഡ്രം എന്ന് പറയും. ഇനി അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി എന്നാണ് വനദീപ്തി. അപ്പൊ അധിനിവേശ അഥവാ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഇത്തരം വൃക്ഷങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഇവിടെയുള്ള നിത്യഹരിത വനങ്ങൾ അത് പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണെന്ത്, വനദീപ്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്, ഐവറി കോസ്റ്റ് ആണ്. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്, മഹാത്മാഗാന്ധി സർവകലാശാല. ഓക്കെ, അപ്പൊ കേരളമായതുകൊണ്ട് എന്ത് ചെയ്യണം, വനിതാ വോളിബോൾ കിരീടം നേടിയത് ആരാണ്, മഹാത്മാഗാന്ധി സർവകലാശാല, MG യൂണിവേഴ്സിറ്റിയാണ്. ഇനി അടുത്തൊരു കാര്യം, അറബിക്കടലുമായിട്ട് എത്ര രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു? ഞാനൊരു ഹോംവർക്ക് തരാണ്, നിങ്ങളൊന്ന് കമന്റിൽ ചെയ്യുക. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന
എത്ര രാജ്യങ്ങളുണ്ട്? ഇപ്പൊ ഈ റെഡ് സീ അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ്? റെഡ് സീയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക? വീഡിയോയുടെ കമന്റിൽ അത് മീൻസ് കമന്റ് ആയിട്ട് അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് ഡയറക്ടർ ജനറലിന്റെയും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് 2023ന്റെയും ത്രിദിന അഖിലേന്ത്യാ സമ്മേളനം. ഇപ്പൊ റീസെന്റ് ആയിട്ട് പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, പോലീസിനെ സമീപിക്കാറില്ല. കാരണം എന്താണ്? എന്തെങ്കിലും പൊളിറ്റിക്കൽ ഹോൾഡ് ഉള്ള ആളോ അല്ലെങ്കിൽ അത്തരം ഹോൾഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ പോലീസ് സ്റ്റേഷനിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അപ്പൊ പൊതുജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമില്ല. കാരണം ഈ പറയുന്ന രാഷ്ട്രീയക്കാര് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പോലീസുകാരെ ദുരുപയോഗം ചെയ്യുന്നു. കാരണം അവർക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇവരെ സ്ഥലം മാറ്റുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു ജയ്പൂരിൽ നടന്ന ഡയറക്ടർ ജനറലിന്റെയും ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ DG, IG ഇതുപോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു സമ്മേളനം ജയ്പൂരിൽ നടന്നിരുന്നു. അപ്പൊ ഇതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തൊരു കാര്യം, പോലീസിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു ട്രൂത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സാധാരണക്കാർ നോർമലി ഒരാൾ എന്ത് ചെയ്യാറില്ല? പോലീസ് സ്റ്റേഷൻ പ്രിഫർ ചെയ്യാറില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഹോൾഡ് ഉണ്ടെങ്കിലേ വല്ലതും നടക്കുള്ളൂ. അപ്പൊ പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അവരെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മീൻസ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിനാശകരമായ പരാമർശം നടത്തിയതിന് എത്ര മന്ത്രിമാരെയാണ് മാലിദ്വീപ് എന്ത് ചെയ്തത്? സസ്പെൻഡ് ചെയ്തത്? 3 മന്ത്രിമാരെയാണ്. അടുത്തൊരു ഫാക്ട് നിർബന്ധമായും ശ്രദ്ധിക്കണം. ഒരു കച്ചേരിയിൽ 140 ഭാഷകളിൽ പാടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ്? സുജേത സതീഷ് എന്ന് പറയും. ഇവർക്കാണ് എന്ത് ചെയ്യുന്നത്? 140 ഭാഷകൾ എന്ത് ചെയ്യുന്നത്? ഒരേ കച്ചേരിയിൽ പാട്ട് പാടിയിരിക്കുന്നത്. ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് പ്രൊജക്ട് എവിടെയാണ്? ലക്ഷദ്വീപിൽ കവരത്തിയിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രിയാണ്. 2024 ജനുവരിയിലാണ്. അടുത്തത് ജനുവരി 8-ന് റായ്പൂരിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി നേടിയത് ആരാണ്? റിയാൻ പരാഗാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ഇന്ത്യൻ താരമാണ്. അതോടൊപ്പം തന്നെ എന്താണ്? രാജസ്ഥാൻ റോയൽസിന്റെ ഒരു താരമായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ റിയാൻ പരാഗാണ് വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി നേടിയത്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വിരമിച്ച കരസേനാ മേധാവി ആരാണ്? MM നരവാനെ എന്ന് പറയും. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവി ആരാണ്? R ഹരികുമാർ. പേരൊന്ന് പഠിച്ചു വെച്ചോ. 25ാമത്. ഓക്കെ, ഇന്ത്യ 75ാമത് സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ 25ാമത് നാവികസേനാ മേധാവി ആയ ആളുടെ പേരെന്താണ്? ഹരികുമാർ എന്നാണ്. 2023-ൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് സന്ദർശിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ബോയ്ക്കോട്ട് മാൽദീവ്സ്. അപ്പോൾ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഈ പരാമർശം വന്നപ്പോൾ ബോയ്ക്കോട്ട് മാൽദീവ്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാഷ്ടാഗ് വന്നില്ലേ? അപ്പൊ അത് ആരെ ബാധിക്കും? മാൽദീവ്സിനെ ബാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ മാൽദീവ്സിലേക്ക് പോകുന്നത് എവിടുന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. 2023-ൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ ആണ്. ഓക്കെ, 2024 ജനുവരി 9-ന് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദുബായ് ഭരണാധികാരി ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, ഭൂട്ടാൻ പാർലമെന്റിന് 3-2 സീറ്റ് നേടിയ ഇപ്പൊ ഭൂട്ടാനിൽ ഇലക്ഷൻ നടന്നു. പുതിയ പാർട്ടി ഏതാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്? പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, PDP എന്ന് പറയും. പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഇനി മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എത്രയുടേതാണ്? അപ്പൊ ഇന്ത്യ 525 രൂപയുടെ നാണയം പുറത്തിറക്കിയിട്ടുണ്ട്. അത് ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണ്? മീരാബായിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണ്. 2024-ൽ ഹെങ്ക് കൊടുങ്കാറ്റ് അല്ലെങ്കിൽ എന്താണ്
ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? UK-യിലാണ്. ഹെങ്ക് ചുഴലിക്കാറ്റ് എവിടെയാണ്? UK-യിലാണ് വീശിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 2024 ജനുവരി 8-ന് അറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി മാറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ രാജിവെച്ചത് ആരാണ്? എലിസബത്ത് ബോൺ. അപ്പൊ ഫ്രാൻസിന്റെ എലിസബത്ത് ബോൺ ആണ് എന്ത് ചെയ്തത്? 2024 ജനുവരി 8-ന് രാജിവെച്ചത്. അല്ലെങ്കിൽ 2024 ജനുവരി 8-ന് രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിൻ്റെതാണ്? ഫ്രാൻസിൻ്റെതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഹോംവർക്കുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഹോംവർക്കുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളുമായിട്ട് കാണാം. അതുവരെ ചില്ലായിട്ട് പഠിക്കാം. അപ്പൊ കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങളുടെ കീറാമുട്ടിയെങ്കിൽ ഏത് പരീക്ഷയാവട്ടെ എന്ത് ചെയ്യും? നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റിലൂടെ അടയാളപ്പെടുത്തുക. അപ്പോൾ പരമാവധി ഉദ്യോഗാർത്ഥികൾ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.